സ്കാഡ് വെച്ചതിന് ശേഷം ഈ വണ്ടി ചെറുതായിട്ടൊന്ന് ക്രാഷ് ആയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, വെൽക്കം ബാക്ക് ടു മീഡിയ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് നമ്മുടെ വണ്ടിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ക്രാഷ് കാർഡിൻ്റെ ഒരു റിവ്യൂ ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ക്രാഷ് കാർഡ്. ഇത് ഡൊമിനോറിൻ്റെ ഒരു ക്രാഷ് കാർഡ് കസ്റ്റം ചെയ്യാൻ സെറ്റ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ റിവ്യൂ ഇടണമെന്ന് കുറച്ചാണ്ട് ഞാൻ വിചാരിച്ചിരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ഒരു സിറ്റുവേഷനൊക്കെ ഒത്തു വന്നത്. അപ്പോൾ ഡയറക്റ്റ് നമുക്ക് വീഡിയോട്ട് എടുക്കാം. നേരത്തെ പറഞ്ഞ കണക്ക് ഡൊമിനോറിൻ്റെ ക്രാഷ് കാർഡ് ഇതിൽ ചെറിയ രീതിക്കുള്ള ആൾട്രേഷൻസ് ഒക്കെ വരുത്തി ഇവിടെയൊക്കെ വേറെ ക്ലാമ്പൊക്കെ അടിച്ചാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ഫുൾ ഇൻസ്റ്റാളേഷൻ വീഡിയോ ഞാൻ ചാനലിൽ വേറെ ഡെഡിക്കേറ്റഡ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ആവശ്യമുള്ളവരാണെങ്കിൽ അതുകൂടെ ഒന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇതാണ് ക്രാഷ് ആയതിൻ്റെ ശേഷം നമ്മളെ ഫ്രെയിം സ്ലൈഡറിൻ്റെ അവസ്ഥ. ക്രാഷ് കാർഡിൻ്റെ റിവ്യൂ കുറച്ച് പേരൊക്കെ ചോദിച്ചായിരുന്നു. അത് ഇടണമെന്ന് ചെയ്തപ്പോഴാണ് വണ്ടിക്ക് ചെറിയ രീതിക്കൊന്ന് ക്രാഷ് ആയത്. സംഭവം ഞാൻ എൻ്റെ വണ്ടി എങ്ങനെയാണ് ക്രാഷ് ആയെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ നോർമലായിട്ട് റോഡിൽ കൂടി ഇങ്ങനെ വരായിരുന്നു. അപ്പോൾ ഒരു ഓട്ടോറിക്ഷ റൈറ്റിലോട്ട് ഇൻഡിക്കേറ്റർ ഇട്ട് തിരിയാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ പിറകെ ഒരു കാർ കിടന്നുണ്ടെങ്കിൽ ഞാൻ കണ്ടില്ല. നോർമലിലേക്ക് ഓവർടേക്ക് ചെയ്ത് കയറിയതും ആട്ടം ഇടിക്കാനുണ്ടായിരുന്നു. ഒരു 60 സ്പീഡ് ഉള്ളതുകൊണ്ട് വലിയ ഡാമേജ് സംഭവിച്ചില്ല. എങ്കിലും ആട്ടം വന്ന് ഇടിച്ച ഫോഴ്സിൽ ഈ സൈഡിലായിട്ടൊരു ലിവർ ഗാർഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ലിവർ ഗാർഡും തട്ടി ബെൻഡായി. എൻ്റെ കയ്യിൽ ചെറിയ രീതിക്കുള്ളൊരു മുറിവ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഈ ലെഫ്റ്റ് സൈഡിലെ ക്രാഷ് ഗാർഡിൽ ആട്ടം വന്നിടിച്ച് അതിൻ്റെ ഫ്രണ്ടിലെ മഡ് ഗാർഡും പൊട്ടി. ആട്ടോയിൽ കുറച്ച് ഫ്രണ്ടിൽ നിന്ന് ബെൻഡായിരുന്നു. പിന്നെ ഈ റൈറ്റ് സൈഡിലോട്ട് വരികയാണെങ്കിൽ ഇവിടെ ഇരുന്ന ലിവർ ഗാർഡിൻ്റെ സൈഡിൽ സ്ക്രാച്ചസ് ആയി. പിന്നെ ഈ ബ്രേക്ക് ലിവറിലും ക്രാഷ് ആയിട്ടുണ്ട്. പിന്നെ ഈ ക്രാഷ് ഗാർഡ് ഉള്ളതുകൊണ്ട് തന്നെ ഈ ഫ്രെയിം സ്ലൈഡർ എറിഞ്ഞ് പകുതി ഡാമേജും അതിലങ്ങ് കിട്ടിയിട്ടുണ്ട്. നോർമലായിട്ടൊരു രീതിയിൽ വണ്ടി ഇങ്ങനെ ക്രാഷ് ആവുകയാണെങ്കിൽ എന്തായാലും എൻ്റെ ഈ സൈഡിലെ ക്രാഷ് ഗാർഡ് ഷോക്ക് ക്രാഷ് ഗാർഡ് ഒടിഞ്ഞ് ഈ സ്കിച്ചിലൊക്കെ എന്തായാലും സ്ക്രാച്ച് വീണേന്. കാരണം എൻ്റെ ഒന്ന് സ്റ്റാൻഡിൽ നിന്ന് തെറ്റി വീഴുമ്പോൾ തന്നെ ക്രാഷ് ഗാർഡിൻ്റെ ഒരു നട്ടൊക്കെ ഒടിഞ്ഞതിക്ക് ഉള്ള ക്വാളിറ്റി പറഞ്ഞ ക്രാഷ് കാർഡായിരുന്നു ഇതിൽ സ്റ്റോക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ തന്നെ അറിയാൻ പറ്റും. ആ വണ്ടി ഇത്രയും വീണ് അവിടെയൊക്കെ സ്ക്രാച്ച് ആയിട്ട് പോലും നമ്മളെ കിറ്റിലും കാര്യങ്ങളിലൊന്നും യാതൊരു രീതിയിലുള്ള സ്ക്രാച്ചും വന്നിട്ടില്ല. ഈ ക്രാഷ് കാർഡ് ഉള്ളതുകൊണ്ട് നമ്മളെ കാലിനും വലിയ വരക്കൊന്നും വന്നിട്ടില്ല. ക്രാഷ് കാർഡൊക്കെ നമ്മളെ ബൈക്കിൽ സെറ്റ് ചെയ്യുന്നത് നമ്മുടെ സേഫ്റ്റിയുടെ ഭാഗമായിട്ടാണ്. വെളിയിലോട്ട് ഒരുപാട് പ്രൊജക്റ്റ് ചെയ്ത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിലുള്ള ക്രാഷ് കാർഡൊക്കെ വെക്കുന്നത് നമുക്ക് എപ്പോഴായാലും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കണം. ഓക്കെ ഗൈസ്, ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.